ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മളിപ്പോൾ മണാലിയിലാണ്. ഇന്ന് നമ്മുടെ 11th വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പൊ അതും കൂടി വിചാരിച്ചിട്ടാണ് നമ്മളത് പ്ലാൻ ചെയ്തത് അല്ലെ. കുറേ നാളായിട്ട് വിചാരിക്കണം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പോകണം എന്ന്. പക്ഷെ ജീവിതത്തിന്റെ ഒരു ജീവിതമല്ലേ പക്ഷെ എന്താ വെച്ചാല് അങ്ങനെ നീണ്ടു പോയി. കുറെ കാരണങ്ങളുണ്ടായിരുന്നു. എന്റെ തിരക്ക്, ഏട്ടന്റെ തിരക്ക്, അതുപോലെ തന്നെ ഇമ്മക്കുട്ടിയുടെ തിരക്കല്ല, ഇമ്മക്കുട്ടിയുടെ വയ്യായിക. ഇപ്പൊ പിന്നെ അഡിനോയിഡ്സിന് സർജറി കഴിഞ്ഞ കാരണം പിന്നെ നമുക്ക് അത് അത്ര ടെൻഷനില്ല. പിന്നെ ഞാനും വർക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ബ്രേക്സ് ഒക്കെ എടുത്ത് തുടങ്ങി. ഏട്ടന് PhD കഴിഞ്ഞു. അപ്പോൾ ഇത്തിരി ഫ്രീ ആയി. പിന്നെ നമ്മൾ വിചാരിച്ച് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കണ്ടേ അല്ലേ? അപ്പോ അങ്ങനെ ഇനി കുറെയൊക്കെ യാത്ര ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ 11th വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ ചോദിച്ചപ്പോ കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതെവിടെ നിന്നും തപ്പട്ടെ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇത്ര സക്സസ്ഫുൾ ആയിട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന്റെ എന്ന് വെച്ചാൽ ഒരു അഡ്വൈസ് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അഡ്വൈസ് കൊടുക്കാനൊന്നും ആരുമല്ല. പക്ഷെ എന്നാലും എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് കൊണ്ടുപോവുക? ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും നമുക്ക് ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ബ്രീത്തിങ് സ്പേസ് ഉണ്ടാവണമല്ലോ. നമ്മളൊക്കെ ഭയങ്കര വ്യത്യസ്തരായിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ലേ. അപ്പം നമുക്ക് ഓരോ കാര്യത്തിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. പല കാര്യങ്ങളും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പം അതിനൊക്കെ ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മുടെ ഇപ്പോൾ രണ്ടുപേരുടെ ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പല കാര്യങ്ങളിലുള്ള റെസ്പോൺസ്, പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ചിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ കുറേയൊക്കെ നമ്മൾ യൂസ്ഡ് ആവും. ഒരു 4-5 കൊല്ലമൊക്കെ കഴിയുമ്പോഴേ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പാർട്ട്ണറുടെ കുറവുകളുമായിട്ട് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ആവും. നമ്മൾ അതിനനുസരിച്ചിട്ട് കവറപ്പ് ചെയ്യാൻ തുടങ്ങും. പിന്നെ വലിയ കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാവില്ല ആ രീതിയിലൊന്നും. ഇങ്ങനെ പറയണത് എന്താ വെച്ചാൽ ആദ്യത്തെ 3 വർഷം കഴിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ 8 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവോഴ്സ് റേറ്റ് വളരെ കുറവാന്നാ പറയണം. ആദ്യത്തെ 3 വർഷത്തിലും പിന്നീട് ആദ്യത്തെ 8 വർഷത്തിനുള്ളിലാണ് ഏറ്റവും അധികം ഡിവോഴ്സ് റേറ്റ് ഉണ്ടാവുന്നത്. അതിനുള്ളിൽ പിന്നെ സഹിച്ച് നമുക്ക് ശീലാവുന്ന തോന്നുന്നുണ്ടല്ലേ? അല്ലാട്ടോ, അങ്ങനെയല്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് live and let live. അത് പക്ഷെ കുറേ പേർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്. എല്ലാവരും പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പ് ആകുമ്പോൾ നമ്മൾ ഇടപെടില്ലേ, നമുക്ക് ആ ഒരു കമാൻഡ് വേണ്ടേ, ഒരു പൊസസീവ്നെസ് ഉണ്ടെങ്കിലല്ലേ സക്സസ്ഫുൾ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അത് സ്നേഹമുള്ളൂ എന്ന് കരുതുന്നവർ ഇപ്പോഴും ഉണ്ട്. ഓരോരുത്തരുടെ രീതി. അങ്ങനെ നിർബന്ധങ്ങളുള്ള ആളുകളാണെങ്കിൽ അങ്ങനത്തെ ആളുകളെ തന്നെ കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞാൻ ഈ കല്യാണത്തിന്റെ കാര്യം മാത്രമല്ല കേട്ടോ പറയുന്നത്, എല്ലാ റിലേഷൻഷിപ്പിലും. ഇപ്പൊ ഇമ്മക്കുട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങളൊരു പരിധി കൂടുതലൊന്നും ഇടപെടാറില്ല. അവൾ തന്നെ പറയും ഇറ്റ്സ് മൈ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ സ്റ്റോപ്പാണ്. പിന്നെ അവളെ ഹാം ചെയ്യുന്നൊരു കാര്യമാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ മാത്രം ഇടപെടുന്നല്ലാതെ അതിനപ്പുറമൊന്നും നമ്മളങ്ങനെ വലിയ അഭിപ്രായങ്ങളൊന്നും കുഞ്ഞായതുകൊണ്ട് തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റ്ലി ഗൈഡ് ചെയ്ത് റെഡിയാക്കി കൊടുക്കും. അതല്ലാത്ത പക്ഷം കുഞ്ഞിന്റെ മീതെ നമ്മളങ്ങനെ ഫോഴ്സ് ചെയ്യല് വളരെ റയറാണ്. ഞാനിച്ചിരി ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചെയ്ത് ഈ മൂവി ഡ്രസ് ഇടുന്നൊക്കെ നമുക്കൊരു മോഹം ഉണ്ടാവില്ലേ, ഒരു കുട്ടി നമ്മൾ ആശിച്ച് മോഹിച്ചിട്ടുണ്ടായ പെൺകുട്ടിയൊക്കെ ആകുമ്പോൾ ചിലപ്പോ ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ അവളെ ഇൻഡിവിജ്വൽ ആയി കണ്ട് അവളുടെ ഡിസിഷൻസ് പറയാനുള്ള സ്പേസ് ഒക്കെ എപ്പോഴും ഉണ്ട്. എന്നിട്ട് നമ്മൾ അതിൽ റൈറ്റ് ആൻഡ് റോങ് ഡിസൈഡ് ചെയ്യാറുണ്ട് കേട്ടോ. നമുക്കും അത് തന്നെ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ആ ഒരു സ്പേസ് വേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ മറ്റിതിൽ ഗോവിന്ദിന്റെ അടുത്ത് ഇവള് പറയില്ല കേട്ടോ, എനിക്കൊന്ന് ശ്വാസം വിടണം അതുപോലെ. അപ്പം എന്ന് കരുതിയിട്ട് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധമില്ല എന്നല്ല അർത്ഥം. എല്ലാത്തിലും നമുക്ക് നമ്മുടെ തീരുമാനം, നമുക്ക് അല്ലേ
പേടിക്കാണ്ട് നമ്മുടെ തീരുമാനങ്ങളും അതേപോലെ തന്നെ അഭിപ്രായങ്ങളും പറയാൻ പറ്റണം റിലേഷൻഷിപ്പിൽ. അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നു സഫർ ചെയ്യുന്നത് പെൺകുട്ടികൾ തന്നെയാണ്. അവർക്കാണ് ഇതൊരു പ്രശ്നം വരാറില്ല പലപ്പോഴും. വളർത്തി വരുന്ന രീതിക്ക് അതേപോലെ തന്നെ വളരെ ചെറുപ്പത്തിലൊക്കെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അതൊരു ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ ഭയങ്കര ഇഷ്യൂ ആയിട്ട് വരാറുണ്ട്. പക്ഷെ അങ്ങനെ പാടില്ല. ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് നമ്മുടെ തെറ്റുകളും നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ പാർട്ട്ണറിന് അത് അല്ല അങ്ങനെയല്ല, ഇതായിരിക്കും കൂടുതൽ നല്ലത്, നീ ഇങ്ങനെ ചെയ്ത് നോക്ക്, ഇതല്ലേ നല്ലത് എന്നൊക്കെ പറയാനുള്ളൊരു സ്പേസ് ഉണ്ടാവുക. ലിവ് ആൻഡ് ലെറ്റ് ലിവ് അല്ലേ? അതെ. അപ്പൊ അങ്ങനെ പോയാ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ. ഫ്രണ്ട്ഷിപ്പ് ആണ് പിന്നെ ഏതൊരു റിലേഷൻഷിപ്പിന്റെ ബേസ് അല്ലേ? നമുക്ക് പാർട്ട്നേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവണം, റെസ്പെക്ട് ഉണ്ടാവണം. അതെ അതെ. ഇപ്പൊ ചില പോയിന്റിലൊക്കെ ഉണ്ട്. ഇപ്പൊ എനിക്ക് ചില സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നും. ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളല്ല, പുറമേയുള്ള നടക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് തോന്നാം. ചിലപ്പോൾ ചില കാര്യങ്ങളോട് ഭയങ്കര അസൂയ തോന്നും. ചില സംഭവങ്ങൾ നടക്കുമ്പോൾ ഭയങ്കര അസൂയ തോന്നും. അപ്പം ഒന്ന് ഗ്രൗണ്ട് ചെയ്യാൻ ഞാനിത് ആദ്യം പറയുന്ന അശ്വതിയുടെ അടുത്ത്. അപ്പോൾ അശ്വതി പറയില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടില്ല, അങ്ങനെയല്ല ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതൊരു ഇമ്പൾസീവായിട്ടുള്ള കാര്യം. അത് കഴിയുമ്പം നമ്മൾ നോർമലാവും. പക്ഷെ ആ ഇമ്പൾസ് എന്താ പറയുക, അതിലൂടെ കടന്നു പോകാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അശ്വതിയുടെ കാര്യത്തിലാണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഒരു ലോയിലേക്ക് പോകും. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുമ്പം ചില കമൻസ് കാണുമ്പോൾ, അല്ലെങ്കിൽ ചില സമയത്ത് തന്നെ നമ്മുടെ വീഡിയോൻ്റെ പെർഫോമൻസ് മോശമാകുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പെട്ടെന്ന് ഇമോഷണലി ഇങ്ങോട്ട് ഡൗൺ ആവും. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഗോ ടു പേഴ്സൺ എപ്പോഴും പാർട്ട്ണർ ആണെങ്കിൽ ഭയങ്കര നല്ലതായിട്ട് തോന്നുന്നുണ്ട്. എല്ലാം വേണം ലൈഫിൽ, ഫ്രണ്ട്ഷിപ്പും അച്ഛനമ്മ, അതും അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പാർട്ട്ണർ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ബാക്കി റിലേഷൻഷിപ്സ് ഒന്നും പാടില്ല, അച്ഛനും അമ്മയും ഒന്നും പാടില്ല, അങ്ങനെയും ഇതാക്കരുത്. അതും എല്ലാം നമുക്കൊരു ബാലൻസിൽ അങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെ തട്ടിമുട്ടിയൊക്കെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം. കമ്പാറ്റബിൾ ആവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഏകദേശം ചേർന്ന് പോകുന്ന ആളുകൾ തമ്മിൽ കല്യാണം കഴിക്കാം. കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരുമിച്ച് ഇപ്പോൾ ലിവിങ് ടുഗദറിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇതാക്കണം, അത്ര രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവന് കല്യാണം കഴിച്ചാൽ പോരെ അല്ലേ? അങ്ങനെ. അപ്പോൾ അടുത്ത ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും എവിടെ പോയാലും അതേപോലെ തന്നെ ഏതൊരു കാര്യം ഉണ്ടെങ്കിലും എന്നെയല്ലേ കൂടുതൽ, അതായത് എന്നെയാണല്ലോ കൂടുതൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യണത്. അപ്പോൾ ഇപ്പം ഏട്ടൻ്റെ പരിപാടി ഉണ്ടായ സമയത്ത് പോലും മറ്റേ സാഹിത്യ അക്കാദമി അവാർഡും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ കുറെ പേര് നമ്മുടെ അടുത്ത് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുകയുണ്ടായില്ലേ. അപ്പം അത് ഏട്ടന് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ, ഏട്ടന് കിട്ടേണ്ട ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല, അത് ചേച്ചിക്ക് വരുമ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ, അതിന് എങ്ങനെയാ നോക്കി കാണുന്നതെന്നുള്ളതാണ്. ഏട്ടന് വേണ്ട ഏട്ടൻ്റെ സ്പേസിൽ പോലും ഞാൻ കടന്നാക്രമിക്കുന്നു. ഇത് ഭയങ്കര സാട്ടോ. ഈ അവസാനമായിട്ട് കിട്ടിയ 1-2 അവാർഡ് ഇതേപോലെ നമ്മളെ വിളിച്ച് ഇങ്ങനെ ഇൻഫോം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അവാർഡ് ഫംഗ്ഷൻ നിങ്ങൾ ഉണ്ടാവുമോ, ഈ കോവിഡിൻ്റെ ഒക്കെ സമയത്താണ്. അത് കഴിഞ്ഞ് പിന്നെ ചോദിക്കുന്നത് അശ്വതി ഉണ്ടാവുമോ, അശ്വതി വരുമോ, കാരണം അശ്വതിയെ കാണാനും കുറച്ച് പേർക്ക് ഇവിടെ താല്പര്യമുണ്ട്, അപ്പോൾ അശ്വതി വരുമോ എന്ന് എടുത്ത് ചോദിക്കും. എന്നെ സംബന്ധിച്ച് അങ്ങനെ അറ്റൻഷൻ അശ്വതിയിലേക്ക് പോകുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷമേ ഉള്ളൂ മക്കളെ, സന്തോഷമേ ഉള്ളൂ. കാരണം പുറത്തൊക്കെ എനിക്ക് ഇങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാരോട് സംസാരിക്കാനൊക്കെ കുറച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളാണ് ഞാൻ. അപ്പം ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അശ്വതിയും കൂടി നിൽക്കുന്ന സമയത്ത് അശ്വതിയിലേക്ക് കുറേ ആൾക്കാർ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സമാധാനമാണ്. കാരണം നമുക്കൊരു ഭാഗത്ത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരുടെ കൂടെ നമുക്ക് എത്ര വേണേൽ സംസാരിക്കാം. അപ്പം അങ്ങനെ ആ തരത്തിൽ നമുക്കൊരു സൈഡിലിരുന്ന് സുഖമായിട്ട് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാം. ബാക്കി ഈ ക്രൗഡിനെ മൊത്തം അശ്വതി എടുത്തോളൂ, അപ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര സമാധാനമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഫോട്ടോ എടുക്കാനൊക്കെ വരുമ്പോഴേ, ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ തന്നെ ഫോട്ടോ എടുക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. എന്നിട്ട് ഞാൻ അവരുടെ നിന്ന് മൊബൈലിങ് മേടിക്കും, എന്നിട്ട് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഞാനാണ് ഫോട്ടോ എടുത്ത് കൊടുക്കുക. സോ ദാറ്റ് ഫോട്ടോയിൽ നിൽക്കുന്നുണ്ട്. ഫോട്ടോയിൽ നിൽക്കുമ്പോൾ നമ്മൾ എക്സ്പ്രഷൻസ് നോക്കണം. മിക്കവാറും എൻ്റെ ഒരു എക്സ്പ്രഷൻ മോശമാവുന്നതുകൊണ്ട് ആ ഫോട്ടോ മോശമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വേണ്ട വെച്ചിട്ട് ഞാൻ വേഗം പോയിട്ട് ക്യാമറ മേടിക്കും, ഞാൻ എടുത്തു കൊടുക്കും. അപ്പോൾ ആ തരത്തിൽ ശ്രദ്ധ അശ്വതിയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ഇമ്മക്കുട്ടിയിലേക്ക് പോകുന്നത് എനിക്ക് ഭയങ്കര സമാധാനമാണ്. അതല്ലെങ്കിൽ അവാർഡ് കിട്ടുന്ന സമയല്ലേ? ഇപ്പം എനിക്ക് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഗീതാ ഹിരണ്യൻ അവാർഡാണ്, സംസ്ഥാന സർക്കാരിൻ്റെ. ബാക്കിയൊന്നും അങ്ങനെ പോരാത്ത അവാർഡുകളാണെന്നല്ല, ഇതൊരു മാർക്കാണല്ലോ, ഒരു രജിസ്റ്റർ ആണല്ലോ. ഈ കൊല്ലത്തെ ഗീതാ ഹിരണ്യൻ ആർക്കാന്ന് പറയുമ്പോൾ ഇന്ന ആൾക്കാന്ന് പറയുന്ന പോലെ. അപ്പം
ആ തരത്തിൽ ഉള്ള ഒരു ഫംഗ്ഷനിൽ പോലും ഞാൻ മെൻഷൻ ചെയ്ത പേര് അശ്വതിയുടെ പേരാണ്. ഞാൻ ആ അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള അശ്വതിക്കാണ്. അപ്പം ഒരു തരത്തിൽ നമുക്ക് അതുകൊണ്ട് ഒരു ഡിസ്കംഫോർട്ടും ഇല്ലല്ലോ. എനിക്ക് ആ സ്പേസ് ഷെയർ ചെയ്യുന്നത് ഭയങ്കര സമാധാനമാണ്, ഭയങ്കര സന്തോഷമായി. ആക്ച്വലി ഐ ഫീൽ മോർ സെക്യൂർഡ്. അശ്വതി പരിസരത്തുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കുറച്ചും കൂടി സമാധാനമാണ്. കാരണം ഈ തരത്തിലൊക്കെയുള്ള സംഗതികൾ അശ്വതി നല്ല നൈസായിട്ട് ഹാൻഡിൽ ചെയ്തോളൂ. എനിക്ക് അപ്പം ഈവൻ റിലേറ്റീവ്സിൻ്റെ കല്യാണത്തിന് പോലും എനിക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സ്ഥലത്തുനിന്ന് എനിക്കൊന്നും സംസാരിക്കാനൊന്നുണ്ടാവില്ല. ചില ആളുകളൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവും. അപ്പോൾ അവർ സംസാരിക്കാൻ വരുമ്പോഴും എനിക്ക് സംസാരിക്കാൻ പോലും കണ്ടൻ്റൊന്നും ഉണ്ടാവില്ല. അപ്പം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം എല്ല് പൊളിച്ച് പുറത്ത് വരാൻ. പക്ഷെ അശ്വതി ഉണ്ടെങ്കിൽ അശ്വതി ഇങ്ങ് കയറി ഹെഡ് ചെയ്ത് സംസാരിച്ചപ്പം എല്ലാവരുടെ അടുത്തും നന്നായി പെരുമാറിയെന്നു ആയി. എന്നാൽ വലിയ ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ അല്ല, നമ്മള് വിൽ ബി വെരി ഹാപ്പി അല്ലെ പാർട്ട്ണറിന്റെ ഇതില് സക്സസ്. അതാണ്. പിന്നെ രണ്ട് ഇതല്ലേ, ലിറ്ററേച്ചർ എന്ന് പറയുന്നത് വേറെ തരത്തിലുള്ള ഒരു ക്രൗഡാണുള്ളത്. അതാ ഞാൻ നേരത്തെ പറയാൻ വന്നത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, നമ്മളെ കാണുന്നുണ്ട്. നമുക്ക് വേഗം പോവാം. അങ്ങനെ ഉള്ള കാര്യങ്ങളുള്ളതുകൊണ്ടേ അപ്പോൾ നമ്മളെ കൂടുതൽ ആളുകൾ കാണുന്നുണ്ട്, അപ്രോച്ചബിൾ ആണെന്നുള്ള ഫീലിംഗ് ഉണ്ടാവും ഇല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഒരാൾക്ക് പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരാനൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എനിക്കിഷ്ടമാണ് താനും. പേട്ടൻ പറഞ്ഞില്ല ഏട്ടോ ഒളിഞ്ഞിക്കുന്നത്. ഞാനങ്ങനെയല്ല, ഞാൻ വഴി കൂടെ എല്ലാവരെയും ചിരിച്ച് കാണിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ പോലും ഞാൻ ഹായ് വരുന്നു അങ്ങനെ പറയുന്ന ആളാണ്. എനിക്കിഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. എന്നുവെച്ചാൽ എസ്പെഷ്യലി നമ്മുടെ അസ്വി ഫാം എന്ന് പറയുമ്പോൾ എനിക്ക് പരിചയം ഇത്രയും എനിക്ക് അടുപ്പുള്ള ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ, അല്ലാണ്ട് വേറൊരു സ്ട്രേഞ്ചർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഡിഫറെൻറ്റ് ഫീൽഡാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇഷ്യൂ ഇല്ല. അത് മാത്രമല്ല നമ്മൾ രണ്ടുപേരും ഹാപ്പിയാണ്. ഒരാളുടെ സക്സസ്സിൽ നമ്മൾ ഭയങ്കര ഹാപ്പി. അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് നമുക്ക് അങ്ങനെ ഒരിക്കലും. അതെ. അല്ല, എനിക്ക് ഇപ്പോൾ എൻ്റെ പുസ്തകം ഇറങ്ങിയ സമയത്തും എനിക്ക് ഉറപ്പാണ് അത് ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുണ്ടാവുക അശ്വതിയുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും, ഏറ്റവും കൂടുതൽ പേര് മേടിച്ചിട്ടുണ്ടാവുക. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കാരണം അതിങ്ങനെ ഒരു നമ്മളോടുള്ളൊരു സ്നേഹം കൊണ്ടും കൂടിയാണല്ലോ പലപ്പോഴും ആളുകൾ പുസ്തകം മേടിക്കുന്നത്. അപ്പം ഒക്കെ മ്യൂച്വലാണ്. അങ്ങനെയാണ് നമ്മൾ ഗ്രോവും ചെയ്യേണ്ടത്. അതല്ലാതെ വരുന്ന ആളുകളൊക്കെ എന്നോട് സംസാരിക്കണം എന്നോ അല്ലെങ്കിൽ എന്നെ മാത്രം ബഹുമാനിക്കണം എന്ന് വിചാരിച്ചു ഗ്രീൻ ഫോറസ്റ്റ് നമ്മുടെ റീലിൽ ഇങ്ങനെ കാണില്ലേ, ഗ്രീൻ ഫ്ലാഗ് ഇപ്പൊ ഗ്രീൻ ഫോറസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഇത് ഞാൻ ഏട്ടന്റെ തലയിലേക്ക് ഇടാൻ പോവാണ് ഈ ക്വസ്റ്റ്യൻ. വൈ യു ഗൈസ് ആർ ഇൻ പ്ലാനിങ് അബൌട്ട് സെക്കൻഡ് ചൈൽഡ്? ഇതൊക്കെ കുറേ വരും. ഇത് ഞാൻ ഈ അടുത്ത് ഒരു തവണ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂഷ്വലി ഈ ക്വസ്റ്റ്യൻ എടുക്കാറേ ഇല്ല കേട്ടോ. ഒന്ന്, ഈ ചോദ്യം കുറച്ച് തെറ്റാണ്. പക്ഷെ ഞാനത് തെറ്റായിട്ട് എന്നോട് ചോദിക്കുന്നത് തെറ്റായിട്ട് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഇപ്പം എൻ്റെ അമ്മയൊക്കെ ചോദിക്കണ പോലെ അല്ലെങ്കിൽ അങ്ങനെ അടുപ്പുള്ള രീതിയിൽ ചോദിക്കുന്നതാവാം. പിന്നെ നമ്മൾ ചോദിക്കുകയാണല്ലോ, എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഫ്രീഡം എടുത്ത് ചോദിക്കുന്നതാവാം. അതുകൊണ്ട് ഞാൻ അതിനങ്ങനെ എടുക്കുന്നില്ല. പക്ഷെ പൊതുവേ റാൻഡം ആയിട്ടുള്ള ആളുകളോടും ഈവൻ നമ്മുടെ റിലേറ്റീവ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് സെക്കൻഡ് എന്നല്ല ഫസ്റ്റ്, കുഞ്ഞുങ്ങൾ വേണോ വേണ്ടിയോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് തന്നെ അതൊരു പ്രശ്നമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നമ്മളോട് ചോദിച്ച സ്ഥിതിക്ക് ഏട്ടൻ പറയൂ. നമ്മൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കല്ലേ, നമ്മൾ ഇമ്മക്കുട്ടി ഉണ്ടായപ്പോ മുതൽ പ്ലാൻ ചെയ്തോണ്ടിരിക്കല്ലേ. പക്ഷെ പ്ലാനിങ് ഇങ്ങനെ നീണ്ടു പോകുന്നു മാത്രമേ. അത് കംപ്ലീറ്റ്ലി ഒരു കപ്പിളിന്റെ അവരുടെ ഒരു പേഴ്സണൽ ചോയ്സ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ആക്ച്വലി വി ഹാവ് ഗിവൺ ഇനഫ് തോട്ട്. രണ്ടാമത്തെ കുട്ടി വേണമെന്നോ അല്ലെങ്കിൽ അത് വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം നോക്കേണ്ടത്, അതിന് കുട്ടിയിൽ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് എന്താ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് പോയിന്റിൽ വേണം എന്നുള്ളത് നമ്മൾ ഇതുവരെ അങ്ങനെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ വൈകി പോയി. കുറേ കാര്യങ്ങളുണ്ട്, ഫൈനാൻഷ്യൽ കാര്യങ്ങളുണ്ട്, അത് നമ്മുടെ ഫസ്റ്റ് ബേബിയിൽ ഇമ്പാക്ട് ചെയ്യുന്ന രീതി, നമുക്ക് വളർത്താൻ ഒരു സമയം, ഇത് പ്രസവ വേദന, ഇത് പറയാം പ്രസവ വേദന നമുക്ക് പിന്നെ സഹിക്കാം, ഇന്റേണൽ ചെക്കപ്പിന്റെ വേദന, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ പ്രസവ വേദന ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ. കാരണം ഇതിനു മുമ്പ് ഇമ്മ ഉണ്ടാവുമ്പോ ഈ വേദനയുടെ ഒരു മാഗ്നിറ്റ്യൂഡ് അശ്വതിക്ക് അറിയുന്നില്ലായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും അതിലേക്ക് പോവാന്ന് പറയുമ്പോ അതിനൊരു അങ്ങനെയൊക്കെ ഒരു സ്ത്രീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതൊരു തെറ്റായിട്ട് തോന്നില്ല. അവിടെ കുറെ പേര് പറയൂ നിങ്ങൾ എന്തൊരു സെൽഫിഷ് ആണ്, എന്താ അങ്ങനെ ചിന്തിക്കുന്നത്, നമുക്കൊരു കുഞ്ഞു വരുമ്പോൾ എല്ലാം വേദനയും, ആ ഒരു പോയിന്റിലൊക്കെ ശരിയാണ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചിന്തിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ
സ്ത്രീ വിചാരിക്കും എനിക്ക് ആ വേദന എടുക്കാൻ വയ്യ, കാരണം എനിക്ക് കുഞ്ഞ് വേണ്ടാന്ന് ചിന്തിക്കുന്നതിൽ യാതൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ്. നമ്മൾക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇതുവരെയും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. കംഫർട്ടബിൾ ആവുമ്പോ ചിലപ്പോ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, അറിയില്ലടാ. സോ ഇപ്പൊ ആസച്ച് ഒന്നും ഇല്ല. നീ കുറെ പേര് ഞാൻ മറച്ചു വെക്കാന്നൊക്കെ പറഞ്ഞ എങ്ങനെ മറച്ചു വെച്ചാലും 10 മാസം കഴിഞ്ഞ് പ്രസവിക്കാൻ പറയുമല്ലോ, ഞാൻ മറച്ചു വെക്കുന്നൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആഘോഷിക്കാൻ പ്രഗ്നന്റ് പറഞ്ഞിട്ട് ഞാൻ ഓടി വരും കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, കഴിവതും ആരോട് ചോദിക്കാണ്ടിരിക്കുക അല്ലെ, വെറുതെ എന്തിനാ നമ്മള് ആളുകളെ നോവിക്കുന്നേ. ഓക്കെ, ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഹസ്ബൻഡ് ഓപ്പൺ ആയിട്ട് പറയാറുണ്ടോ? അതേ പറയാറുള്ളൂ. അല്ല, ഞാൻ ചിലപ്പോ അധികം പറയില്ല. ഞാൻ ഭയങ്കര ക്രിട്ടിക്കലായിട്ടൊക്കെ പറയാറുണ്ട്. ഒരു കേസ് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യും. അത് ഒട്ടും വഹിക്കാറില്ല. അത് നല്ലതാണ്. ഒന്നാമത് നമുക്ക് പിന്നെ ആ കാര്യം ആലോചിക്കേണ്ട, വീണ്ടും അത് റെക്കർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ടെൻഷൻ ഇല്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മാനസികാവസ്ഥയും പലപ്പോഴും ഉണ്ടാവും. അപ്പൊ ചില സമയത്ത് ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ അശ്വതി ചോദിക്കുക ഓക്കെ അല്ലേ, അറിയുന്നോട്ട് ഓക്കെ എന്നുള്ള രീതിയിലാണ് ചോദിക്കുക. ചിലപ്പോൾ നമ്മുടെ മാനസികാവസ്ഥ കൊണ്ടായിരിക്കും ചില കാര്യങ്ങൾ നമുക്ക് പറ്റാതിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിലുള്ളൊരു എന്താ പറയുക, ഒരു അലാമും കൂടിയാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പറ്റാത്ത കേസാണ് അത് പറയണത്. ഇപ്പോൾ ആരാണെങ്കിലും ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, പറയാൻ പറ്റിയ അത് നല്ലതാട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര പാടാ. എനിക്ക് ആരോടും പറയാൻ പാടാ. അല്ല, ആരോടാണെങ്കിലും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്ത ഒരു കാര്യമാണ്. ഇപ്പോഴാണ് ഞാൻ പിന്നെയും അത് അപ്പം തന്നെ ഒന്നും പറയില്ല, കുറേ സമയം കഴിഞ്ഞിട്ട് ആണ് ഞാൻ പറയുള്ളൂ. അതൊരു പ്രശ്നമാണ് റിലേഷൻഷിപ്പിൽ. നമുക്ക് അപ്പപ്പോൾ ഫീൽ ചെയ്ത കാര്യങ്ങൾ അപ്പപ്പോൾ പറഞ്ഞത് തീർത്ത് പിന്നീട് വഴക്ക് വരുമ്പോൾ അതിനെടുത്തിടാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നന്നായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിൽ ചെയ്യാവുന്ന കാര്യം. പക്ഷേ ചിലരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ അതൊക്കെയാണല്ലോ നമ്മുടെ ഓരോ സ്വഭാവങ്ങൾ ഡെവലപ്പ് ചെയ്ത്. ഞാൻ വളരെ അങ്ങനെയൊന്നും പറയില്ല. ഞാൻ ഇങ്ങനെ എന്റെ മനസ്സൊന്ന് വായിച്ചെടുക്കണം എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്ത്, സോ റോങ്. പക്ഷെ എനിക്കത് പറയാനും ബുദ്ധിമുട്ടാണ്. പക്ഷെ പിന്നീട് കുറെ കാലമൊക്കെ കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് പറയുന്നത്, 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പറയാം അന്ന് അങ്ങനെ ഉണ്ടായി, വിച്ച് ഇസ് സോ റോങ്. അങ്ങനെ അത് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ഒരു അടിപൊളിയായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇത് കുറെ പേര് ചോദിച്ചില്ല, ഹൗ ഡു യു ബോത്ത് മാനേജ് വെൻ യു ആർ എവേ ഫ്രം ഈച്ച് അതർ? ഇപ്പം ഇത്രയും കാലത്തിന് ശേഷം നമ്മൾ വെവ്വേറെ ആണല്ലോ താമസിക്കുന്നത്. എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് എഫക്ട് ചെയ്തിട്ടില്ലേ, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ ഇപ്പം തുടക്കം മുതലേ നമ്മൾ വേറെ താമസിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം കല്യാണം കഴിഞ്ഞ് ജോലിക്കായിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് ഞാൻ പോകുന്നു, അശ്വതി നാട്ടിൽ തന്നെ നിൽക്കുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെയും മാനേജബിളാണ്. ഇത് നമ്മൾ ഇപ്പം ഇമ്മക്കുട്ടിയാണെങ്കിലും നമ്മൾ 3 പേരും ഇങ്ങനെ ഒരുമിച്ച് താമസിച്ചിട്ട് ഡെയിലി രാവിലെ എണീക്കുമ്പോൾ കാണുന്ന മുഖം ഇവരുടെ 2 പേരുടെയാണ്. അപ്പം അതിന്നൊരു മാറ്റം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഫോണിലൂടെ ഒന്നും നമുക്ക് അങ്ങനെ അത്ര വാമത്തോടു കൂടി അത്ര ഇതായിട്ടൊന്നും അങ്ങനെ സംസാരിക്കാനോ അങ്ങനെ ഇതാക്കാനൊന്നും പറ്റാറില്ല. മില്ലേനിയൽസോ ഞാൻ ചിലപ്പോ അതിന് തൊട്ട് മുമ്പത്തെ ജനറേഷൻ ആയിരിക്കും. അപ്പൊ അതും അങ്ങനെ പറ്റാറില്ല. അപ്പൊ ഞാൻ ഫോണിൽ ഏറ്റവും കൂടുതൽ സമയം സംസാരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ്. അശ്വതിയുടെ അടുത്തായിരിക്കും പൊതുവെ എൻ്റെ ഇമീഡിയറ്റ് കോണ്ടാക്ട്സിൽ ഏറ്റവും കുറവ് സമയം സംസാരിക്കുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ കോൾ ചെയ്യുന്നത് അതായിരിക്കും. കുനുകുനെന്നുള്ളതിനെ എല്ലാത്തിനും വിളിക്കും, പക്ഷെ അധികം നേരം സംസാരിക്കില്ല. അപ്പൊ ആ തരത്തിൽ നമുക്ക് എന്താ പറയാ, ഒരു കംപ്ലീറ്റ്നെസ് തോന്നില്ല. അത് ഉള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ ആക്റ്റീവായിട്ട് അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിൽ കൂടുതൽ സമയം ലീവ് എടുത്തിട്ടോ ഒക്കെ വരിക, അങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പ്ലാനില്ല. ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെ, നിങ്ങളൊക്കെ പെട്ടെന്ന് നടക്കട്ടെ. പക്ഷെ എന്ത് ചെയ്യാണ്, ജീവിക്കണ്ടേ? നിങ്ങൾ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള 2 ഇൻഡിവിജ്വൽസ് അല്ലേ, എങ്ങനെയാണ് അത് സെറ്റായി പോണേന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതും കുറച്ചധികം പേര് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങളുടെ ഡ്രസ്സിങ് കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾ എന്തുമാത്രം ഡിഫറെന്റ് ആണ് എന്നുള്ളത്. ഞാൻ ഇപ്പോൾ വെഡിങ് ആനിവേഴ്സറിയുടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സാരിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തണുത്തോണ്ട് ഞാൻ ജാക്കറ്റ് ഇട്ടതാ, ഏട്ടനപ്പോൾ എൻ്റെ മുണ്ടു. അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങള് ശരിയാണ്. ഞങ്ങളുടെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ, അതും കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരാൾ കംപ്ലീറ്റ്ലി അക്കാഡമിക്സിലാണ്, ഒരാൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ്. അപ്പൊ അതെങ്ങനെയാണ് ബുദ്ധിമുട്ടാവുന്നില്ലേ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ശരിക്കും അത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് കുറച്ചും കൂടി നമ്മുടെ ഇൻഡിവിജ്വൽ സ്പേസ് ഉണ്ടാവും.
രണ്ടാമത് നമ്മൾ പരസ്പരം ഉൾക്കൊള്ളുന്നതുകൊണ്ട് തന്നെ അപ്പം മറ്റേ ആൾ വേറെ കംപ്ലീറ്റ്ലി വേറൊരു ഫീൽഡിലാണെങ്കിൽ പോലും നമ്മളത് ബാധിക്കുന്നില്ലല്ലോ. നമ്മൾ എനിക്കറിയില്ല ഇങ്ങനെയല്ലാതെ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അതിപ്പോ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ യൂട്യൂബിൽ കാണുന്ന ഒരുവിധം കുറെ പേര് കപ്പിൾ ബ്ലോഗേഴ്സ് ആയിരിക്കും. വളരെ കുറച്ച് പേര് മലയാളത്തിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ബ്യൂട്ടി അല്ലെങ്കിൽ ഫാഷൻ ചെയ്യുന്നവര് ലേഡീസ് മാത്രം സോഷ്യൽ മീഡിയയിൽ വരുന്നു എന്നുള്ള രീതിയിൽ ഉള്ളത്. സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെങ്കിൽ കപ്പിൾ വ്ളോഗേഴ്സ് ആണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് കണക്റ്റ് ആവും. ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് ഇങ്ങനെ ചോദിക്കും, എന്താ ഇങ്ങനെ ഹസ്ബൻഡിനെ കൊണ്ടുവരാത്ത, എപ്പോഴും ഹസ്ബൻഡായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇപ്പം ഈ അടുത്ത് വരുന്ന ഏറ്റവും അധികം വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഹസ്ബൻഡായിട്ട് എന്താ ഡിവോഴ്സ് ആയേ, അല്ലെങ്കിൽ വെറുതെ ഇല്ല നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ ഇട്ടിട്ട് പോയേ, അതല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ളവരെന്താ കാണിക്കാത്തത്. അപ്പോൾ കുറച്ച് ഡിഫിക്കൾട്ടാണ് കുറെ പേർക്ക് മനസ്സിലാക്കാൻ. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഉള്ളതല്ല, എല്ലാവരും അത് ആഗ്രഹിക്കുന്ന ഒരു സാധനമല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട്. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലാണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതാണ് ഈ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രഷർ. ഇപ്പം ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് ഫേസ്ബുക്കിലില്ല. അപ്പോൾ ഫേസ്ബുക്കിലുള്ള സമയത്ത് നമ്മളിപ്പോൾ ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരു ആർഗ്യുമെൻറ്റിലൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്കൊരു കമൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ മൊത്തം ഇതായിരിക്കും ഇതിന് മറുപടി കൊടുക്കുക. അപ്പൊ അതിലാണ് നമുക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല. ആ രീതിയിലാണ് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് അതിനെ കാണുന്നത്. അതെനിക്ക് രാഷ്ട്രീയപരമായിട്ടും അല്ല സാഹിത്യമായിട്ടൊക്കെ ഉള്ള ഇത് സീരിയസ് ഇതുള്ളത്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് സോഷ്യൽ മീഡിയ ഇതൊക്കെ ഭയങ്കര പ്രഷർ ഉണ്ടാക്കുന്ന സാധനം. ഞാൻ കുറേ ആയിട്ട് അതിന് വിട്ടു നിൽക്കാം. അതുകൊണ്ട് നല്ല സമാധാനമുണ്ട്. അതേസമയം അശ്വതിയെ സംബന്ധിച്ച് അശ്വതിക്ക് ഇങ്ങനെ ഹീറ്റ് കമൻസ് വരുമ്പോഴോ, അല്ലെങ്കിൽ ഹീറ്റ് കമൻസ് എന്ന് പറയാൻ പാടില്ല കേട്ടോ, നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കമൻസ്. ആരും ഇങ്ങനെ വെറുപ്പുകൊണ്ട് ഒരു കമൻറ്റ് എഴുതില്ലല്ലോ, എനിക്ക് തോന്നുന്നില്ല. അവരവരുടെ രീതിയിൽ ഒരു സാധനം എഴുതും, നമുക്കത് വിഷമം ഉണ്ടാക്കുന്ന കമൻ്റ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ സംഗതികൾ കാണുമ്പോഴൊന്നും അശ്വതി അത് അങ്ങനെ ബാധിക്കുന്നില്ല. അശ്വതി നോക്കി അങ്ങ് പോകും. അത് കുറെ ശരിയാ. ഞാൻ കുറേയൊക്കെ അങ്ങനെ മൈൻഡ് ചെയ്യില്ല. എനിക്കത് പ്രശ്നമൊന്നും തോന്നാറില്ല. എസ്പെഷ്യലി ഇപ്പം ഒരു ഔട്ട്ഫിറ്റ് നല്ലതല്ല എന്നൊന്നും അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. പക്ഷെ നമ്മുടെ ഫാമിലിയെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ വളരെ അപൂർവമായിട്ട് 1-2 ഇൻസ്റ്റൻസ് അല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഉണ്ട് അത് ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയില്ലേ, നിങ്ങൾ ഒരുങ്ങി കെട്ടി നടന്നിട്ട് കുഞ്ഞിനെ ഒരുക്കില്ല, അങ്ങനെയൊക്കെ പറയാം. അത് പക്ഷെ ഈ മോന് അത്ര ഇഷ്ടമല്ലേ. അതപ്പോൾ നമ്മൾ ഇതിപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗം കൂടി ആയതുകൊണ്ടാണ് ഞാൻ ഈ സാരിയൊക്കെ എടുത്ത് പറക്കിക്കുട്ടിക്ക് വന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള കോമൻസ് എന്നുള്ള രീതിയിൽ. അതല്ലാണ്ട് ഞങ്ങൾ രണ്ടുപേരും ഡിഫറെൻറ്റ് കരിയറിലായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ കുറേ കാര്യങ്ങളിൽ നല്ലതാണെങ്കിൽ അതിൻ്റെ കുറേ വശങ്ങളിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് മാനേജ് ആയി പോകുന്നത്. ആൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് നടക്കില്ല. പിന്നെ അതുപോലെ എനിക്ക് എൻ്റെ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട്, ഇപ്പം അന്ന് ഞാൻ ഇമ്മുൻ്റെ ഹോസ്പിറ്റലിൽ ഇരുന്നിരുന്നപ്പോഴാണ് ഇതിനെ എഡിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം എന്നോട് ഏട്ടൻ ചോദിക്കുക, നീ എങ്ങനെ ഇത് ചെയ്യുന്നത്? പക്ഷെ ആൾ ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഹോട്ടലിൻ്റെ പേര് തന്നെ 10 തവണ പറഞ്ഞാൽ എനിക്ക് എൻ്റെ തലയിൽ നിൽക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരു ബാലൻസിൽ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വേറെ കരിയറിലായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. അത് കാരണം കുറേ പേരുടെ ഈ ചോദ്യങ്ങളാണ് എനിക്ക് പിന്നെയും ഇത്തിരി ഒരു അതെന്താ മനസ്സിലാക്കാത്ത എന്നുള്ളൊരു ഇത് തോന്നിയിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല സ്മൂത്തായിട്ട് തന്നെ പോകുന്നുണ്ട്. ആദ്യ കാലഘട്ടത്ത് ശരിയായിരുന്നു എൻ്റെ ജോലി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനൊക്കെ ഇത്തിരി. ബാക്കി എല്ലാ ജോലികളും നമുക്കറിയാം ഇതെങ്ങനെയാണ്. ഇതിപ്പോൾ യൂട്യൂബ് അങ്ങനെയൊന്നും പോപ്പുലർ ആയ സമയത്തല്ലല്ലോ നമ്മളിത് തുടങ്ങുന്നത്. അപ്പം അതുകൊണ്ട് പറഞ്ഞ പോലെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. പിന്നെ അതൊക്കെ ഇങ്ങനെ സ്മൂത്തായി. ഞാൻ എൻ്റെ വരച്ച വരയിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്നു. ഓക്കെ, കുറേ പേര് ചോദിക്കുന്നുണ്ടല്ലോ ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച് മാരേജ് ആയിരുന്നു. നമ്മുടെ ഓൾ താങ്ക്സ് ടു കേരള മാട്രിമോണി. അത് ഞാൻ പൈസ പോലും അടച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ 22ാമത്തെ വയസ്സിൽ ഫ്രീ ആയിട്ട് മാട്രിമോണിയിൽ എൻ്റെ പ്രൊഫൈലിട്ട് എന്നെ അതിൽ ആദ്യമായിട്ട് കാണാൻ വരുന്നത് ഏട്ടനാണ്. വന്നിട്ട് ഇങ്ങനെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് വന്നു. അപ്പോൾ അമ്മ ഫോൺ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അച്ഛനാണ് ഇംപ്രസ്ഡ് ആയത് പ്രൊഫൈൽ കണ്ടിട്ട്.
അച്ഛൻ വാസ് ലൈക്ക് ഓ നല്ല പഠിച്ചതാ, ഭയങ്കര നല്ല IAC എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര ഇതായി. പക്ഷെ ഭയങ്കര നല്ലതാ പഠിച്ചത്. പക്ഷെ ഞാൻ ഈ ഫോട്ടോ കണ്ടപ്പോൾ അയ്യോ ഇത് മൊത്തത്തിൽ ഒരു പഠിപ്പിയാണോ, സെറ്റ് ആവോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ കാണാൻ വന്നപ്പോഴും മനുഷ്യൻ പറയാ ഭയങ്കര അക്കാഡമിക് ഓറിയന്റഡ് ആണ്. ആരെങ്കിലും പെണ്ണ് കാണാൻ വരുമ്പോ അങ്ങനെ പറയോ? അല്ല അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട വെച്ചിട്ട് PhD ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറയായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ എനിക്ക് അങ്ങനെ പഠിക്കാൻ അത്ര താല്പര്യമില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു കേട്ടോ. പക്ഷെ പിന്നീട് ശരിയായില്ലേ. പിന്നെ എനിക്ക് വലിയ കണ്ടീഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നെ ഉപദ്രവിക്കാത്ത ഒരാൾ വേണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഫിസിക്കലി മാത്രമല്ല കേട്ടോ, മെന്റലി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ടത്. ഇങ്ങനെ ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാൻ പോവാ, എന്താ അഭിപ്രായം, ഫോൺ വിളിക്കുമ്പോ ഒക്കെ അങ്ങനെ ഞാൻ ഇങ്ങനെ ചൂഴ്ന്ന് നോക്കുമായിരുന്നു എങ്ങനെയാണ് സ്വഭാവം എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. പക്ഷെ കല്യാണം കഴിച്ച് ഞങ്ങൾ ഏകദേശം 1 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. ബട്ട് സ്റ്റിൽ നമുക്ക് ഭയങ്കര പുതുമയായിരുന്നു അല്ലേ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ സ്വഭാവം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ആവാനായിട്ട് കുറച്ച് സമയം എടുത്തു. ഞങ്ങൾ കുറെ അടി ഉണ്ടാക്കുമായിരുന്നു ആദ്യ സമയത്ത്. എന്നാണ് ഈ വൃത്തിപ്രാന്തുള്ള കാരണം, ടൂ മച്ച് ഓഫ് ഇതുള്ള കാരണം ഞാൻ നോർമൽ ഹ്യൂമൻ ബീങ് ആട്ടോ ആ കാര്യത്തിൽ. അതുപോലെ തന്നെ ഞാൻ ഭയങ്കര ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള ആളാണ്. എനിക്കിപ്പോൾ ഒരു കാര്യം ഉണ്ടെങ്കിൽ തലേദിവസമൊക്കെ പാക്ക് ചെയ്യാ പോവാ. എന്നാണെങ്കിൽ ഒരാഴ്ച മുമ്പ് പാക്കൊക്കെ ചെയ്ത് കോമഡി എന്താ ഇപ്പൊ തന്നെ വന്നു കഴിഞ്ഞാൽ ഏട്ടൻ വന്ന അൺപാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പാക്ക് ചെയ്യും. പക്ഷെ പോണത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. പക്ഷെ ഏട്ടന് ഉറങ്ങണമെങ്കിൽ പാക്ക് ചെയ്ത് വെച്ചാലേ ആൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ പക്ഷെ പിന്നീട് ഞങ്ങള് മനസ്സിലാക്കി ഓക്കെ ഇത് നമ്മൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്പേസ് അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ പെട്ടികളെല്ലാം വെവ്വേറെ ആക്കി, ഞങ്ങളുടെ കബോർഡ്സ് എല്ലാം വെവ്വേറെ ആക്കി, ഈവൻ അടുക്കളയിലുള്ള ഷെൽഫ് വരെ വെവ്വേറെ ആക്കി. ഇനി ഞങ്ങൾ വീട് പണിയുമ്പോൾ പ്ലാൻ ചെയ്യണമെന്ന് എന്താ ചെയ്യാൽ ഞാൻ അവിടെ പാലക്കാട് അമ്മയോട് അത് പറയുകയും ചെയ്തിട്ട് ഇവിടെ ഒരു വീട് പണിയും ഇവിടെ ഒരു വീട് പണിയും, ഇപ്പം നടുക്കിൽ ഒരു പാലം പണിയും. എന്നിട്ട് ഏട്ടൻ ഈ വീട്ടിൽ താമസിക്കും, ഞാനും ഈ വീട്ടിൽ താമസിക്കുക. അപ്പൊ ഞങ്ങൾക്ക് കാണണ്ടപ്പോ ആ പാലം കയറിയ എങ്ങനെയുണ്ട്? നല്ല ഐഡിയ അല്ലേ? അതെ, അവിടെ തീരെ അടിയും കാര്യങ്ങളൊന്നും എടാ ഉറക്കുന്നുണ്ടടാ. അപ്പൊ അങ്ങനെ അത് അങ്ങനെ അപ്പൊ അങ്ങനെ കേട്ടോ. അങ്ങനത്തെ ലവ് യു. മാവയ്ക്ക് എന്താ അച്ഛനും അമ്മേനെയും കുറിച്ച് പറയാളെ? I love Acha and Amma. They're the sweetest people in the world. ഓക്കെ ബേബി. അപ്പൊ അങ്ങനെ ചുമ്മാ കേട്ടോ, അങ്ങനെയല്ല. പക്ഷെ നമുക്ക് അതാണ് വർക്കാവുന്നത്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായി. ഉള്ളിൽ ഈ തണുപ്പത്തെ അങ്ങനെ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോകുന്നുണ്ട്. അതെ. വാട്ട് ഈസ് സോ സ്പെഷ്യൽ അബൌട്ട് you feel about me and I feel about you? അശ്വതിയെ കുറിച്ചിട്ട് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ള, അശ്വതി ഈസ് ഓൾവേസ് ചെയർഫുൾ. എപ്പോഴും അങ്ങനെ ഹാപ്പിയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും എടുക്കില്ല, വലിയ വിഷമങ്ങളൊന്നും അങ്ങനെ എടുക്കില്ല. ഇപ്പം അച്ഛൻ പോയ ആ ഒരു കൊല്ലം മാത്രമാണ് അശ്വതി ഭയങ്കര വിഷമമായിട്ട്, നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അശ്വതിക്കൊരു സന്തോഷമില്ലാത്ത പോലെ തോന്നിയിരുന്നത്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി. അപ്പം എനിക്കെന്താ വെച്ചാൽ ഞാൻ നല്ല സ്ട്രെസ് എടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അശ്വതി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എനിക്കും ആ വൈബങ്ങ് കിട്ടും, സെറ്റാണ്. അതേസമയം ഇപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഞാൻ അവിടെ ഒറ്റയ്ക്കാവുന്നുണ്ട്, അശ്വതി ഇല്ലാത്തതുകൊണ്ട് ഇത് ആ വ്യത്യാസം എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അശ്വതിയുടെ ഒരു മെസ്സേജൊക്കെ കാണുമ്പോൾ അത് വെച്ച് എന്താ പറയുക സമാധാനിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതാണ് അശ്വതിയുടെ സ്വഭാവത്തിൽ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നുന്നത്. വെച്ചാൽ ഞാൻ അങ്ങനെ അധികം ആൾക്കാരെ കണ്ടിട്ടില്ല, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന, എപ്പോഴും കണ്ടന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. അപ്പോ പക്ഷെ ഒരു പ്രശ്നം ഇടും അതുകൊണ്ട്. അതെ, അത് പക്ഷെ എനിക്ക് ചിലപ്പോൾ പ്രശ്നമായിട്ട് തോന്നുന്നത് എന്താ വെച്ചാൽ എനിക്ക് ജെനുവൻലി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു ഞാൻ ഇത്തിരി ഡൗൺ ആയ ഇവർക്ക് രണ്ടുപേർക്കും സഹിക്കില്ല. ഏട്ടനോ അത് ഇമേത് ഇവരിങ്ങനെ എന്റെ പിന്നാലെ നടന്ന് അതെന്താ അങ്ങനെ എന്താ ഹാപ്പി ആയിട്ടിരിക്കാത്ത അതെന്താ മൂഡ് ഓഫ് ആവണം, അതെന്താ അങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ട്. അപ്പൊ ഞാൻ മനുഷ്യനല്ലേ, എനിക്ക് മൂഡ് ഓഫ് ആയിക്കൂടെ? അങ്ങനെ ശരിക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറെയൊക്കെ എൻ്റെ അച്ഛൻ്റെ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പൊതുവേ എനിക്ക് വിഷമം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പെട്ടെന്നൊന്നും കാണിക്കില്ല. പിന്നെ പൊതുവേ ഞാൻ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും എടുത്ത് തലയിൽ വെക്കാറില്ല. ബീങ് സെഡ് ദാറ്റ് ഏറ്റവും അധികം എന്നെ കുറിച്ചുള്ളൊരു പരാമർശം വരുന്നത് എന്താ വെച്ചാൽ ഞാൻ ഭയങ്കര സ്വീറ്റായിട്ട് അഭിനയിക്കുക എന്നുള്ളതാണ്.
എന്റെ തനിനിറം ഒരു ദിവസം പുറത്താവും എന്നുള്ളതാണ് ഞാൻ ഒരു കമന്റ് കണ്ടത്. ഞാൻ വിചാരിച്ചു ദൈവമേ, നിങ്ങൾ ഭയങ്കര സ്വീറ്റ് ആയിട്ട് അഭിനയിക്കുകയാണ്, ഒരു ദിവസം നിങ്ങളുടെ തനിനിറം പുറത്താവുന്നു. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ അഭിനയിക്കുകയാണോ സോഷ്യൽ മീഡിയ? അല്ല, എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു കുറച്ച് വീഡിയോസിൽ നമുക്ക് സ്വീറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ ഈ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്ളോഗ് ചെയ്ത് തുടങ്ങി എത്ര 8 വർഷമോ? 8 വർഷമായി കഴിഞ്ഞു. 8 വർഷമായി. അപ്പോൾ ഇത്ര അധികം കാലം ഒരാൾക്ക് ഇങ്ങനെ ഒരു ഫേക്ക് ഇമേജ് ഉണ്ടായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒരു തരത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടെങ്കിലും മുന്നോട്ട് വരില്ലേ? എനിക്കിങ്ങനെ ഒരു മോശം ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഇയാളുടെ അടുത്ത് നിന്ന് പറഞ്ഞിട്ടെങ്കിലും മുന്നോട്ട് വരില്ലേ? നമുക്ക് അങ്ങനെ ഒരു ഫേക്ക് ഇമേജ്, ഒരു ഫേക്ക് പേഴ്സണാലിറ്റി വെച്ചിട്ട് നമുക്ക് അത്ര അധികം കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ബിഹേവിയർ ആണ് അല്ലേ? ഇങ്ങനെ ഇത് ബിഹേവിയർ ആണ്. ഇത് വെച്ച് നമ്മുടെ ക്യാരക്ടർ അളക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ചില ആൾക്കാർ വളരെ നന്നായി പെരുമാറുമെങ്കിലും അവരെ സൂക്ഷിക്കേണ്ടി വരും. ഞാൻ അങ്ങനെയാണ് പറയണേ, ഞാൻ നിന്നെ ഉദ്ദേശിച്ചല്ല, പൊതുവെ പറഞ്ഞതാണ്. പക്ഷെ ചില ആളുകള് അത്ര നന്നായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും വളരെ നല്ല ആളുകളായിരിക്കും. ഇത് ശരിയാ, എന്റെ ബിഹേവിയർ ആണ്. പക്ഷെ ഈ ഇത് ഞാൻ മുന്നും പറഞ്ഞിട്ടുള്ള കാര്യം, എന്റെ ക്യാരക്ടർ വൈസ് നോക്കുമ്പോ ഞാൻ അത്ര അല്ല, ഞാൻ ഭയങ്കര പാവം അങ്ങനത്തെ ആണെന്ന്. എസ്പെഷ്യലി കാലക്രമേണ നോക്കുമ്പോ ഞാൻ ഇപ്പൊക്കെ നന്നായിട്ട് നോക്കെ പോലെ റാൻഡമായിട്ടൊക്കെ ആളുകൾ നമുക്ക് ഈ കൊളാബ്സും ഇതൊക്കെ ഉള്ള കാരണം കുറേ പേരുടെ കയ്യിൽ നമ്മുടെ നമ്പർ ഉണ്ടാവും. അപ്പൊ ഈ റാൻഡം ആയിട്ടുള്ള ആളുകൾക്ക് വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് കടം ചോദിക്കുക അങ്ങനെയൊക്കെ. അപ്പൊ ആദ്യമൊക്കെ ഞാൻ എനിക്ക് ബുദ്ധിമുട്ടാവും, അത് പറ്റില്ല എന്നൊക്കെ പറയാനായിട്ട്. ചിലപ്പോൾ അറിയുന്ന ആളുകളായിരിക്കും, പക്ഷെ നമുക്ക് അറിയാം അത് ഉടായ്പാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നോ പറയും. പക്ഷെ ഇപ്പം എനിക്ക് നോ പറഞ്ഞാൽ ഒരു ചെറിയ കുറ്റബോധമുണ്ട്. പക്ഷെ ഞാൻ അതിലേക്ക് എത്തുന്നുണ്ട്. നോ പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റബോധം വരാത്ത തരത്തിലേക്ക് എത്തും ആ രീതിക്ക്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്വീറ്റായിട്ട് അതൊരു ബിഹേവിയർ ആണ്. അത് വെച്ച് നമ്മുടെ ക്യാരക്ടർ അളക്കാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ഇങ്ങനെ ജന്മനാളുള്ള ഒരു സ്വഭാവമൊക്കെ വളർന്നു വന്ന രീതി. എന്റെ അച്ഛനൊക്കെ എക്സ്ട്രാ സ്വീറ്റാ. എന്റെ അമ്മയാണെങ്കിലും ആരും അങ്ങനെ പെട്ടെന്ന് മറക്കില്ല. അപ്പൊ എന്റെ അമ്മയച്ഛനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും അവരുടെ ബിഹേവിയർ ഒന്നും അത്ര, ഞങ്ങളുടെ ഫാമിലി പരമായിട്ട് ഞങ്ങൾ എക്സ്ട്രാ സ്വീറ്റ് ആയിട്ടുള്ള, അതിനകത്ത് കുറച്ചിരി ഇതായിട്ടുള്ളത് എൻ്റെ അനിയനെ ഉണ്ടാവുള്ളൂ. അവന് പുറമേക്ക് നല്ല ഭയങ്കര സ്വീറ്റൊക്കെയാ, ചില സമയത്ത് ഇച്ചിരി കലിപ്പാവുന്ന. ഞങ്ങളമ്മ മുട്ടനടിയാട്ടോ അങ്ങനെ. അപ്പൊ അതൊരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഏട്ടന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഭയങ്കര ഭയങ്കര മെച്യൂറാണ്. കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. ഇപ്പൊ ഒരു യാത്ര വന്നാൽ എനിക്ക് ഒന്നും നോക്കണ്ട, എന്റെ തലയിലൊന്നും നോക്കണ്ട. എനിക്കത് അല്ല ഞങ്ങക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും മിസ്സാവേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എടുക്കാൻ മറക്കേ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൈറ്റിന് ലേറ്റ് ആവേ ട്രെയിൻ ലേറ്റ് ആവേ അങ്ങനെ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ സമയത്ത് എനിക്കത് ഇറിറ്റേഷൻ വരും. പക്ഷെ എന്നാലും അത് അൾട്ടിമേറ്റ്ലി അതെനിക്ക് നല്ലതായിട്ട് തോന്നി. ഇത് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ലൈഫിന്റെ കാര്യത്തിലും ഭയങ്കര പ്ലാൻ ചെയ്ത് അങ്ങനെ ആൾക്ക് പറ്റുള്ളൂ. അപ്പൊ അതെനിക്ക് ഇഷ്ടമാണ്. ചിലപ്പോ ഇച്ചിരി ദേഷ്യം വരെ ചെയ്യും. ദേഷ്യം വന്നാലും എനിക്ക് അറ്റ് ദി എൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. പിന്നെ ഭയങ്കര സ്നേഹമുള്ളവരടുത്ത് ഭയങ്കര സ്നേഹം. അതെനിക്കറിയട്ടെ, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ കുറെ പേര് പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും പോയാൽ അവരെ മൈൻഡ് ചെയ്യില്ല, അവരവർ ഫ്രണ്ട്സിന്റെ ഒപ്പം പോവും. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഫ്രണ്ട്സിന്റെ ഒപ്പം. ഏട്ടൻ പക്ഷെ അങ്ങനെയല്ല. പക്ഷേ ഇത് മറ്റേ ഇന്റർവ്യൂല് പറയാൻ ഭയങ്കര ക്രിഞ്ച് ഫീൽ വരുന്നുണ്ട്. അല്ല, എവിടെ പോയാലും നമുക്കാണ് ഫസ്റ്റ്, എനിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എപ്പോഴും എവിടെ പോയാലും എങ്ങനെയാണെങ്കിലും എനിക്കും ഇമ്മക്കുട്ടിക്കും അത് എപ്പോഴും എവിടെ പോയാലും എങ്ങനെയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ അത് മാത്രമല്ല, ഏട്ടൻ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാ ദിവസവും വീട്ടിൽ അച്ഛനും അമ്മേനെയും വിളിക്കും. അത് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കും. അതുപോലെ ഒരു എല്ലാ അച്ഛനമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കും. അത് ഞാൻ ഭയങ്കര ഇതായിട്ട് പറയുള്ളൂ. പക്ഷെ ഞാൻ കുറെ പേര് അങ്ങനെ കണ്ടിട്ടില്ല. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റാ ആൾക്ക്. അതെനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. മതിയാ? പക്ഷെ ഞാൻ ചിലപ്പോ അങ്ങനെയല്ല കേട്ടോ. ഞാനിങ്ങനെ പാറിപ്പറന്ന് നടക്കുക. ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്നെ വിട്ടിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. എനിക്കങ്ങനെ പറ്റാറില്ല. ഈവൻ ദോ കുറെ പേര് വിചാരിക്കണം ഞാനാണ് കൂടുതൽ റൊമാൻറ്റിക്, ഞാനാണ് എന്നെ ഭയങ്കര കാര്യമായിട്ട് നോക്കണേ, അങ്ങനെയൊക്കെ കുറെ പേർക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ആളാണ് എന്നെ കൂടുതൽ നോക്കി ഇങ്ങനെ കൊണ്ട് നടക്കാം. വിച്ച് ഇസ് നൈസ്.
മതിയാ? മതി. ക്ഷീണിച്ചാ? അയ്യോ സെക്കൻഡ് ബേബി മാത്രമേ ഉള്ളൂടാ. ഷെയർ 11 years മാരേജ് ലൈഫ് എക്സ്പീരിയൻസ്. എടാ നീ സംസാരിച്ചു, ഞാൻ പോയി ജാക്കറ്റ് ഇട്ടിട്ട് പോയോ? ഞാൻ ബുദ്ധിപരമായി ആദ്യമേ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ. ഹൗ ഡു യു ഗൈസ് കീപ് ദ സ്പാർക്ക് അലൈവ് ഇൻ യുവർ റിലേഷൻഷിപ്പ് ആഫ്റ്റർ 11 years? നമുക്കുണ്ടല്ലോ, നമ്മള് റിലേഷൻഷിപ്പിൽ എപ്പോഴും എഫേർട്ട് ഉണ്ട്. എല്ലാത്തിലും ഹാർഡ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയില്ലേ, അല്ലാണ്ട് നമുക്ക് ഒന്നും കിട്ടില്ല എന്ന് പറയണ പോലെ തന്നെയാണ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും. നമ്മൾ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ടേ മതിയാവുള്ളൂ. കുറച്ച് കോംപ്രമൈസസും അഡ്ജസ്റ്റ്മെൻറ്റ്സും ഒക്കെ എല്ലാം വേണം. എന്നാലേ നമുക്ക് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഈ പേഴ്സണൽ സ്പേസ് വേണം, അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് എല്ലാം ഉണ്ട്, ശരിയാണ്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാനും, അതുപോലെ മറ്റേ പാർട്ട്ണർ പറയുന്നതിലാണ് കുറച്ച് കാര്യമുള്ളത്. അല്ല, കാര്യമില്ലെങ്കിലും പാർട്ട്ണർക്ക് വേണ്ടി നമ്മൾ ചില സന്തോഷങ്ങൾക്കായിട്ട് നമ്മൾ ചെറിയ കോംപ്രമൈസസ് ചെയ്യാൻ വേണം. അല്ല, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ചെയ്യരുത്, അത് ചെയ്യരുത്. പക്ഷെ അതല്ലാത്ത ചില കോംപ്രമൈസസും അഡ്ജസ്റ്റ്മെൻറ്റ്സും എല്ലാം നമുക്ക് ചേർന്നിട്ടുള്ളതാണ് റിലേഷൻഷിപ്പ്. അങ്ങനെ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോവാം അല്ലേ? അതെ അതെ. ഞാൻ രാവിലെ അശ്വതിയോട് പറയായിരുന്നു, സാധാരണ നമ്മളിങ്ങനെ പല ഹോട്ടലുകളിൽ താമസിച്ചിരുന്നേ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടേ. അപ്പം നമ്മൾ ഏറ്റവും പൈസ കുറഞ്ഞ ഇപ്പോൾ എത്രയാ, ഒരു 1000 രൂപ അല്ലെങ്കിൽ അതിലും കുറവുള്ള ഹോട്ടലുകളിൽ താമസിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെയുണ്ട്. അതായത് ഷവർ ഉണ്ടാവും, ടോയ്ലറ്റ് ഉണ്ടാവും, ബാൽക്കണി ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഈ സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷെ ആ സ്ഥലത്തുനിന്ന് ഒരു റിസോർട്ടിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വരുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഷവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൾ നിൽക്കുമ്പോൾ അയാൾ കൈ വിടർത്തി കഴിഞ്ഞാൽ ഇവിടെ തട്ടരുത്, അപ്പോൾ ഇത്ര വലിപ്പം വേണം ടോയ്ലറ്റിന്. അങ്ങനെ ഓരോ കാര്യങ്ങളും ആ മൈന്യൂട്ടായിട്ട് നമ്മൾ പറയില്ലേ, തോട്ട്ഫുള്ളി ഡിസൈൻഡ് എന്ന് പറയില്ലേ. അപ്പോൾ ആ തരത്തിൽ തോട്ട്ഫുള്ളി ഡിസൈൻ ചെയ്ത രീതിയിലായിരിക്കും ഓരോ കാര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ പോയിന്റിലും നമ്മൾ ആ ഫെസിലിറ്റി ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇമ്പ്രസ്ഡ് ആവും. അല്ലെങ്കിൽ ഒരു ചെയറിൽ പോയി ഇരിക്കുകയാണെങ്കിൽ എല്ലാവിടെയും ചെയർ ഉണ്ടാവും, പക്ഷേ ഇത് നമുക്ക് ശരിക്കും കംഫർട്ട് ഉണ്ടാവണം എന്ന് വിചാരിച്ച് ഡിസൈൻ ചെയ്ത പോലത്തെ ചെയറായിരിക്കും. അല്ലെങ്കിൽ റൂമിൻ്റെ മൊത്തം ഡിസൈൻ, കളറ്, ഇങ്ങനെ ഓരോ കാര്യത്തിലും ആ ഒരു കൃത്യത നമുക്ക് കാണാൻ പറ്റും. ആ തരത്തിലുള്ളൊരു തോട്ട്ഫുൾനെസ് ശരിക്കും റിലേഷൻഷിപ്പിലും വേണം. സാധാരണഗതിയിൽ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അവരൊരു തോട്ട്ഫുൾനെസ് ഉണ്ടല്ലോ, മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ അശ്വതിക്ക് ഇങ്ങനെയാണെങ്കിൽ സന്തോഷം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആക്ച്വലി അതാണ് നമ്മുടെ സ്പാർക്ക് നിലനിർത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോഴും ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ അശ്വതിക്കാണെങ്കിൽ ഇപ്പോൾ എനിക്ക് എന്ത് തോന്നും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു ആലോചിച്ചിട്ടാണ് അശ്വതി ഓരോ കാര്യവും പറയുന്നത്. ആ തോട്ട്ഫുൾനെസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു റിലേഷൻഷിപ്പിൻ്റെ ജീവൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. നാവ് കുഴയുണ്ട് കേട്ടോ, അടുപ്പ് കാരണം. ചില സിറ്റുവേഷൻസ് നമുക്കറിയാം നമ്മുടെ പാർട്ട്ണറിന് അത് പറ്റില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മളത് അവരിൽ ബുദ്ധിമുട്ടേൽക്കാത്ത വിധത്തിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ അത് ഹാൻഡിൽ ചെയ്തൊക്കെ കൊണ്ടുവരില്ലേ. ഒക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷെ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, സർപ്രൈസ് ഗിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാറുണ്ടോ? അതുപോലെ തന്നെ ഗിഫ്റ്റുകൾ ഇല്ല ഞാനാണ് പിന്നെ, പക്ഷെ എനിക്ക് അറിയാമായിട്ടുണ്ട് അങ്ങനെ അതിഷ്ടമല്ല ആൾക്ക്. ഷർട്ടുകളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഷർട്ടുകളേ ഉള്ളൂ, പക്ഷെ ഓരോന്നും ഞാൻ നല്ല നോക്കി ഇഷ്ടപ്പെട്ട് എടുത്തതാണ്. ഒരു 3-4 ഷർട്ട് അല്ലെങ്കിൽ 4-5 ഷർട്ട് എനിക്ക് ആകെയുള്ളൂ. അപ്പോൾ പക്ഷെ അത് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതൊക്കെ ആയിരിക്കും. 8 വർഷം ആയിട്ട് ഞാൻ ഉപയോഗിച്ച ടീഷർട്ട് ഇപ്പോൾ ഈ അടുത്താണ് ഉപയോഗിച്ച് ഞാൻ ഇമ്മക്കുട്ടിയോട് പറയായിരുന്നു, ഇമ്മക്കുട്ടിയേക്കാൾ പ്രായമുള്ള ഷർട്ടാണെന്ന്, അല്ല ടീഷർട്ടാണെന്ന്. അങ്ങനെയാണ് മേടിക്കുന്നത്, അങ്ങനെ അത്ര കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും അശ്വതിയുടെ ടേസ്റ്റ് വെച്ച് മേടിക്കുന്ന സാധനങ്ങൾ ഭയങ്കര ബാധ്യതയായിട്ടാണ് തോന്നാറ്. അപ്പോൾ ആദ്യം തന്നെ അശ്വതിക്ക് മനസ്സിലായി, ഓക്കെ എനിക്കിങ്ങനെ ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്ത് അങ്ങനെ മേടിക്കുന്നതാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഗിഫ്റ്റൊന്നും തരാറില്ല. പിന്നെ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ കുറേ കാലങ്ങളായിട്ട് വേണമെന്ന് തോന്നുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കിങ്ങനെ ഈ വെറുതെ പാട്ട് മൂളാൻ ഇഷ്ടമാണ്. അപ്പോൾ ഒരു റെക്കോർഡർ ഇതേപോലെ അശ്വതി ഒരു പ്രാവശ്യം മേടിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതെനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് തോന്നി. കാരണം ഞാൻ അത്ര നന്നായിട്ട് പാടാത്തതുകൊണ്ട് ഞാനായിട്ട് പൈസ മുടക്കി ഒരിക്കലും ഇത് മേടിക്കില്ല, കാരണം അത് വെറുത്തല്ല എന്ന് എനിക്കറിയാം. പക്ഷേ അത് അശ്വതി തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുപോലെ അനിയന് ഇതേപോലെ ഫസ്റ്റ് ഡോക്ടറായിട്ട് ജോലി കിട്ടിയ സമയത്ത് ഞാൻ പുസ്തകങ്ങൾ വായിക്കും, പക്ഷേ അതിനായിട്ടൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധ്യതയില്ലാത്ത ഒരാളാണ്. അപ്പം അനിയൻ ആ സമയത്ത് ഒരു 2013-14 ആ ഒരു സമയത്ത് എനിക്കൊരു കിൻഡിൽ മേടിച്ചു തന്നു. ഞാൻ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും ഭയങ്കര കണ്ണ് നിറഞ്ഞു പോയി. അങ്ങനെ ചില ഭയങ്കര നമ്മളെ മനസ്സിലാക്കിയിട്ട് തരുന്ന ഗിഫ്റ്റുകൾ ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടണതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അതെനിക്ക് മനസ്സിലായി, കുഴപ്പമില്ല, ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്, എനിക്ക് വേണ്ടത് എനിക്ക് മേടിക്കാൻ സാധിക്കും. പക്ഷേ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഇവിടെ ഒരാളുണ്ട്. അയ്യോ, ഇമ്മ ഉണ്ടല്ലോ, ഇമ്മയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്ത് എത്ര എഫേർട്ട് എടുത്തിട്ട് വേണമെങ്കിലും സർപ്രൈസസ് തരാനും ഒക്കെ ഭയങ്കര ഇഷ്ടം അവൾക്ക്. അവളൊരു ഗിഫ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര എന്നുവെച്ചാൽ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര സന്തോഷമുള്ള ഒരാളാണ്. ബേബി, അച്ഛൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ സരോജിനി മാർക്കറ്റ് പോകുന്നുണ്ട് എന്ന് പ്ലാൻ ചെയ്തപ്പോൾ മുതൽ ഇമ്മക്കുട്ടി അച്ഛൻ്റെ ചെവിയിൽ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? You were planning something. I wanted to give a gift to Ammu. ആണോ? എനിക്കത് സക്സസ്ഫുള്ളി നടത്തിയെടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ കുട്ടി അപ്പം മുതലേ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ മുതലേ എന്നോട് പറയുന്നത്, എനിക്ക് ഉമ്മ തരുന്ന പോലെ വരും, എന്നിട്ട് ഉമ്മ തന്നിട്ട് ഇമ്മക്കുട്ടി ചെവിയിൽ പറയും, പക്ഷേ നമുക്ക് നീ പ്ലാൻ ചെയ്യണം കേട്ടോ, അമ്മ കാണാണ്ട് നമുക്ക് നീ മേടിക്കണം. വാച്ച് മേടിച്ചത് വാച്ച് മേടിച്ച് ഇപ്പൊ ശരി. ഇപ്പൊ ഇമ്മ പ്ലാൻ ചെയ്ത് കൊറേ ഇങ്ങനെ ഗിഫ്റ്റ്സും വാലന്റൈൻസ് ഗിഫ്റ്റ് അതെ ഇമ്മ തന്നെയാണ് പ്ലാൻ ചെയ്യാ. അതുപോലെ അശ്വതി ഒരു ഷൂട്ടിനൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ഒരു 3-4 ദിവസം മാറി നിന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യും. ഇമ്മ തന്നെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് വരച്ചുണ്ടാക്കും, ഫോട്ടോ ഒക്കെ കാര്യമായിട്ട് ഉണ്ടാക്കും. ഷീൽ മേക്ക് ഷുവർ ദാറ്റ് അശ്വതി തിരിച്ചു വരുമ്പോൾ ഒരു പ്രോപ്പർ വെൽക്കം കിട്ടുന്നുള്ളത് കുട്ടി എൻഷുർ ചെയ്യും. ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. ഏട്ടൻ വരുന്ന സമയത്തും ചെയ്യൂട്ടോ കാർഡും ഒക്കെ ആയിട്ട്. അല്ല പൊന്നു ശരി ഗിഫ്റ്റർ അല്ലേ? അതുപോലെ എനിക്ക് ഇത് കിട്ടണതും ഇഷ്ടം, കിട്ടണതും ഇഷ്ടം അല്ലേ? പൊക്കോളൂ, അവിടെ പൂളിലിരുന്ന് കളിക്കുകയാണ്. പൊക്കോട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഗിഫ്റ്റ് കിട്ടണതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത് തന്നില്ലെങ്കിലും എനിക്കത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം എൻ്റെ ബർത്ത്ഡേ മറന്നാലോ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അയ്യോടാ, അല്ല അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ വേറെ ചില കാര്യങ്ങളുണ്ട്, എന്നോട് ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് അതല്ല, അതെനിക്ക് ചിലർക്ക് അതായിരിക്കും പ്രശ്നം ഇല്ലാത്തത്. എന്നോട് വേണ്ട, അല്ലെങ്കിൽ എന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധം. ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും അത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കളിയാക്കൽ അങ്ങനെയൊന്നും പാടില്ല എന്നുള്ളതൊന്നല്ല. പക്ഷെ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നമ്മൾക്കൊരു വാല്യൂ ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷെ ഗിഫ്റ്റൊന്നും തന്നില്ല വെച്ചിട്ട് കുഴപ്പമില്ല, പക്ഷെ തന്നാലും എനിക്ക് സന്തോഷമാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് at what age did you guys marry? What all changes has it made to you? അതുപോലെ തന്നെ യങ് ഏജിൽ മാരേജ് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. രണ്ട് കാര്യങ്ങൾ. ഇപ്പം എൻ്റെ 27th ഇയറിലാണ് കല്യാണം കഴിയുന്നത്. എല്ലാ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഉറപ്പിച്ചു വെച്ചത് ഞാൻ 22ഉം ആള് 27ഉം. അല്ല 26. ഞാൻ 26 ആയിരുന്നു. 22ഉം 26ഉം ആയിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് ശരിയാണ്. പക്ഷേ ഇതിൽ ഗുണവും ദോഷവും ഉണ്ട് കേട്ടോ. ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു പോയിന്റിൽ എത്തിയിട്ടില്ല. അപ്പോൾ കരിയറിലാണെങ്കിലും ഞാനപ്പോൾ എത്ര സെക്കൻഡ് ഇയർ ആയിട്ടുള്ളൂ എനിക്ക് ജോലി കിട്ടിയിട്ട്. അതുപോലെ ഇപ്പൊ പൊതുവെ നമ്മളൊരു കാഴ്ചപ്പാട് രൂപീകരിച്ചിട്ടില്ല, നമ്മളെവിടെയും യാത്ര ചെയ്തിട്ടില്ല. ആ തരത്തിലൊക്കെ ഭയങ്കര ഇമ്മച്യൂർഡ് ആയിരിക്കും. അപ്പൊ ഈ ഇമ്മച്യൂരിറ്റി ഒക്കെ റിലേഷൻഷിപ്പിൽ സ്ട്രെയിൻ ആയിട്ട് വരും. കല്യാണം കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള കാഴ്ചപ്പാടേ ഉണ്ടാവുള്ളൂ പല കാര്യങ്ങളെ കുറിച്ചിട്ടും, അല്ലെ നമ്മൾ കുറച്ച് കാര്യങ്ങളെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ പുറത്തായിരിക്കും നമ്മുടെ എല്ലാ ഡിസിഷൻസും. അപ്പോൾ ആ ഇമ്മച്യൂരിറ്റി നമ്മുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും സ്ട്രെയിൻ ആയിട്ട് വരും. അതേസമയം കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരുന്നു മാരേജെങ്കിൽ
വിൽ ബി എന്താ കുറച്ചും കൂടി ഒരു ഈസി ആയിരിക്കും. ഈസി ആയിരിക്കും. പക്ഷെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഫാമിലിയിൽ പ്രഷറുണ്ട് കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ പോയിന്റിലും ഇങ്ങനെ ഓരോ പ്രഷറുകളുണ്ട്. ഈ നേരത്തെ കല്യാണം കഴിഞ്ഞുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു 3 വർഷം കിട്ടി ഇങ്ങനെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ, യാത്ര ചെയ്യാൻ. അതെ, ആ രീതിയിൽ നല്ലതാണ്. അപ്പൊ അത് ഒരു ഇൻഡിവിജ്വൽ ചോയ്സ്, നമുക്ക് അങ്ങനെ അഡ്വക്കേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഈ പ്രായത്തിൽ ചെയ്യണം പറയുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ കഴിക്കാം. അപ്പോഴും ഞാൻ പറയട്ടെ, ജോലിയിലാണ് കഴിക്കരുത്. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാണ്ട് കല്യാണം കഴിക്കരുത്. അതാണ് എനിക്കൊരു പ്രശ്നം പറ്റിയിട്ടുള്ളത്. പക്ഷെ ഞാൻ പിന്നീട് കല്യാണത്തിന് ശേഷം അത് സെറ്റ് ചെയ്തെടുത്തു. എന്നിരുന്നാൽ പോലും കല്യാണ സമയത്ത് ഞാൻ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരുന്നെങ്കിൽ കല്യാണം ആ രീതിക്ക് ആയിരിക്കില്ല ഉണ്ടായിരുന്നുണ്ടാവുക. ആ ഒരു കാര്യത്തിൽ എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ. വൈകിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ റോങ് പേഴ്സണെ മാരി ചെയ്യണേക്കാട്ടിനും എന്തുകൊണ്ടും നല്ലത് കെട്ടാണ്ടിരിക്കുന്നതാണ്. ഒരു കുഴപ്പമില്ല. അതെനിക്ക് തോന്നണു. ഞാൻ പലപ്പോഴും ഇങ്ങനെ സ്ത്രീകളുടെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ കുറേ ആണുങ്ങൾ വളരെ കുറച്ച് ആണുങ്ങളെ നമ്മളെ കാണുന്നതുള്ളൂ. പക്ഷെ ഇവരിങ്ങനെ എന്താ ആണുങ്ങളെ കുറ്റം പറയണം എന്നുള്ള രീതിയിൽ പറയാറ്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ദേ ക്യാൻ ഡു ദാറ്റ്, അല്ലേ? പിന്നെ ബുദ്ധിമുട്ട് ആണുങ്ങൾക്കാണ്. അതെ, ഭയങ്കര കാലിബർ ഉള്ള സ്ത്രീകളാണ്. ഇമോഷണലി ഒക്കെ വളരെ സ്ട്രോങ് ആണ് സ്ത്രീകൾ. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാവുന്നതാണ്. പിന്നെ ഇപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്സിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് നല്ല കുറേ റിലേഷൻ, ലൈക്ക് ഇൻ ടേംസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ല കൊലീഗ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് സോഷ്യലി വളരെ മുന്നോട്ടാണ്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ തന്നെ കാര്യം എടുക്കുകയാണെങ്കിൽ എന്നെ ഒന്നും കളിക്കാൻ വിടുകയെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് വിടുകയെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്ഷിപ്പൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് അങ്ങനെ ഒരു സോഷ്യലി അങ്ങനെ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയി. അപ്പോൾ അതുകൊണ്ട് ഒരു പാർട്ട്ണർ ഉണ്ടാവണം എന്നില്ല നമുക്ക് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ. പക്ഷെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. പക്ഷെ റൈറ്റ് ആയിട്ടുള്ള പാർട്ട്ണർ ആണോ, അത് നേരത്തെയാണോ വൈകിയാണോ എന്നുള്ളതല്ല ഇത് പ്രശ്നം. കറക്റ്റായിട്ടുള്ള മാക്സിമം കറക്റ്റായിട്ടുള്ള ആളെ പറ്റിയാണ് നോക്കുക. പിന്നെ അതിലൊരു ലക്കുണ്ട്. എന്തെങ്കിലും കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ മാറും. ചില ആൾക്കാരൊക്കെ മാറ്റം കണ്ടേ ഭഗവാനെ. ചിലർക്കൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സാഡിസ്റ്റ് ആയിട്ടൊക്കെ മാറും. സംശയരോഗം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഇറ്റ്സ് ഹാർഡ്. പക്ഷെ വി ഹാവ് ടു ചൂസ് വാട്ട് ഇസ് ഹാർഡസ്റ്റ്, അല്ലേ? ചൂസ് ചെയ്ത് നമ്മൾ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി ഇവിടെ ഏട്ടനേർച്ചയായിട്ട് ഉറങ്ങി താഴെ വീണു പോകും. എന്താണ് 11 വർഷത്തെ ഈ ജീവിതത്തിൽ പറയാനുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറയാനുള്ളതെന്ന് വെച്ചാൽ വാട്ട് യു ഫീൽ? ബ്യൂട്ടിഫുൾ. ഒറ്റ വാക്കിൽ എനിക്ക് ഭയങ്കര എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് അങ്ങനെയല്ല. ഞാൻ ശരിക്കും വളർന്നൊരു സാഹചര്യവും എൻ്റെ ഒരു സ്വഭാവമൊക്കെ വെച്ചിട്ട് ശരിക്കും ഞാനത് ആളോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എൻ്റെ ജീവിതത്തിൽ വന്നിരുന്നേച്ചാൽ ആ ഒരു ഏജിൽ ഒരു 22 ഇയേഴ്സിലൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആവുകയാണ്. അപ്പം അങ്ങനത്തെ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എൻ്റെ ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ അയാൾക്ക് ഈസിലി എന്നെ മോൾഡ് ചെയ്ത് പക്ഷെ ഞാൻ അതിൽ ജീവിച്ചു പോയിരുന്നേനെ. തെറ്റാട്ടോ ഞാൻ അത് പറഞ്ഞു, ഭയങ്കര തെറ്റാണ് ഞാൻ അത് പറയുന്നത്. പക്ഷെ എൻ്റെ ഒരു സ്വഭാവം വെച്ചും ഞാൻ വളർന്നു വന്നൊരു സാഹചര്യം വെച്ചും എൻ്റെ ഒരു ഏജൊക്കെ വെച്ചിട്ട് ഞാൻ കുറേ കാലമെങ്കിലും ആ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നിരുന്നേനെ. എനിക്ക് ഹാവ് ബ്യൂട്ടിഫുൾ ലൈഫ്. എല്ലാ രീതിയിലും ഞാൻ വളരെ ഇൻഡിപെൻഡൻ്റ് ആയി, ഫൈനാൻഷ്യലി ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും പേഴ്സണലി നോക്കുകയാണെങ്കിലും എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അറിയാം. തനിയെ യാത്ര പോയി വരാനും എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ആരും എനിക്ക് ചോദിക്കുക കൂടി വേണ്ട, ഇൻഫോം ചെയ്താൽ മതി, അല്ലേ? സേഫ്റ്റി മാത്രമേ ആൾക്ക് പ്രശ്നമുള്ളൂ. അല്ലാത്ത പക്ഷം അയ്യോ നീ പോകരുത് ഇത് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഇതൊക്കെ ബെയർ മിനിമം ആണ്. ഒരാണ് അത് ചെയ്യുന്നതിൽ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല. അതെനിക്ക് അറിയാം. പക്ഷെ ഡോഗ് ഉണ്ടോടാ? വലിയ ഡോഗാ? ഇപ്പം ഇങ്ങോട്ട് വരാം. ഗ്ലോറിഫൈ ചെയ്യാൻ പാടില്ല. ഇതൊക്കെ ബെയർ മിനിമം ആണ് കേട്ടോ. പക്ഷെ സ്റ്റിൽ ചെറുതായിട്ടൊരു കോംപ്ലിമെന്റ് കൊടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. ആ രീതിക്ക് അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഞാൻ എന്താണോ ആഗ്രഹിച്ച ലൈഫിൽ ഞാൻ പറഞ്ഞില്ല, എന്നെ ഉപദ്രവിക്കാത്ത ഒരാള്. എന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണം. ഓണസ്റ്റി, ഇന്റഗ്രിറ്റി. അതല്ലെങ്കിൽ മറ്റേ ഈ സ്വപ്ന ലോകത്തെ ബാലഭാസ്കരനിൽ പറയില്ല അമ്മിക്കല്ലെടുത്ത് തലക്കടിക്കുന്ന അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതൊന്നും വേണ്ടി നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബേസിക് ആയിട്ടുള്ള ഇല്ല ഞാൻ എന്നെ അടിക്കുന്നു.
അപ്പൊ ബേസിക് ആയിട്ടുള്ള അത് നമ്മൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ ഐ എം സോ ഹാപ്പി. എന്റെ അച്ഛനായിട്ട് കണ്ടുപിടിച്ചൊന്നും കേട്ടോ. അച്ഛൻ്റെ ഒരു ദീർഘവീക്ഷണമായിരുന്നു. അച്ഛനാണ് എന്നോട് പറഞ്ഞത്, നീ നോക്ക്, എന്നോട് പറഞ്ഞു നീ ജസ്റ്റ് സംസാരിച്ചോ. എനിക്ക് വേണോ ഞാൻ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു, എസ്പെഷ്യലി ആ ഏജും അങ്ങനെയല്ല. അപ്പോൾ അച്ഛനോട് പറഞ്ഞു നീ ഒന്ന് ജസ്റ്റ് സംസാരിച്ചിട്ട് നിനക്ക് താല്പര്യം. അമ്മ എന്നോട് അതന്നെ പറഞ്ഞു. അമ്മ വാസ് ഓൾസോ വെരി ഹാപ്പി. അപ്പോൾ അമ്മ പറഞ്ഞു നീ സംസാരിക്കുക. ഞാൻ ഫോഴ്സ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കല്യാണം ഇന്നാളെ തന്നെ അങ്ങനെ കല്യാണം ഇതാക്കി. പിന്നെ ഞാനും വിചാരിച്ചു നോക്കുമ്പോൾ എനിക്കും ജോലിയൊന്നും ആവുന്നില്ല, ഞാനിങ്ങനെ ഇരുന്ന് എന്ത് ചെയ്യാനാ ഭഗവാൻ, എന്താ പിന്നെ കല്യാണം കഴിക്കാൻ തന്നെ ഞാനും ഒന്ന് വിചാരിച്ച്. അല്ലാണ്ട് അച്ഛനും അമ്മയും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ ഐ എം സോ ഹാപ്പി. താങ്ക് യു ഏട്ടാ. അപ്പോൾ ലിവ് ആൻഡ് ലെറ്റ് ലിവ് ഗൈസ്. പ്ലീസ് ആരെയും ഉപദ്രവിക്കാണ്ടിരിക്കുക. അത് റിലേഷൻഷിപ്സിൽ മാത്രമല്ല, പൊതുവെ തന്നെ പറ്റിയ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. അതെ, കാര്യങ്ങളൊക്കെ നൈസായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആൾക്കാർ ജീവിച്ച് പൊക്കോട്ടെ, നമുക്ക് എന്താണ്, ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടെ, ഇഷ്ടമുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകട്ടെ. സത്യത്തിനും അതേപോലെ തന്നെ ലീഗലിയും റോങ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാന്നുള്ളത് മാത്രമാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ്ലി വിഷസ്. ലവ് യു ഓൾസോ സോ മച്ച്. ബൈ.